بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشوارعات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ പ്രിയപ്പെട്ട കഴക്കൂട്ടം ഉസ്താദിന്റെ തസവൂഫ് ക്ലാസ് കഴിഞ്ഞു. പിന്നെ നമ്മളെ പ്രിയപ്പെട്ട കീശേരി മാലൂരാജിയും ഒക്കെയാണ് ഇപ്പം കീശേരിക്ക് ഊണയിക്കാൻ പോണം എന്നുള്ള പ്രശ്നമാണ്. ദർസ് തുടങ്ങുമ്പോൾ ഊണയിച്ച് പോരണം എന്ന് പറഞ്ഞപ്പോ അതിന് സമയം കിട്ടിയിട്ടില്ല. അപ്പൊ കേക്കിനോർത്ത് ഇങ്ങനെ കുറച്ച് വിട്ട് നിന്നാ മതി. അടുത്ത് ആലൂരാജി ഉണ്ടല്ലോ. ഏതായാലും കിതാബ് നോക്കണമെങ്കിൽ കീശീരിന്റെ ക്യാമിലുണ്ട്. ഇനി അതിന്റെ പുറമെ ഇൻഷാ അല്ലാഹ് ആലൂരാജിക്ക സാധാരണ പോലെ പബ്ലിക്കിൽ അടിക്കുകയും ചെയ്യും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. ഫമൽമലത്തുൻ ഫസ്തിൻഷാഖുൻ. വുദൂഇന്റെ സുന്നത്തുകളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ആ സുന്നത്തുകളുടെ കൂട്ടത്തിൽ ഏതാനും സുന്നത്തുകൾ നമ്മൾ പറഞ്ഞു. ബിസ്മി ചൊല്ലല് തുടങ്ങിയിട്ട് മുങ്കൈ കഴുകല്, പിന്നെ മിസ്വാക്ക് ചെയ്യൽ, ഇത്രയും പറഞ്ഞു. ഇനി മിസ്വാക്ക് ചെയ്യുന്നതിന് ശേഷം ഫമൽമലത്തുൻ വായിൽ വെള്ളം കൊപ്പിളിക്കലും, ഫസ്തിൻഷാഖും തുടർന്ന് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും. ആലൂരാജിക്ക പറഞ്ഞേക്ക് വിരല് കയറ്റി ഇറക്കല് മാത്രല്ല, അത് വേറെ വിഷയമുണ്ട്, അത് പറയും ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ മൽമലത്ത് ചെയ്യലും ഇസ്തിൻഷാഖ് അഥവാ വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റലും സുന്നത്താണെന്ന് പറഞ്ഞത് ലിൽ ഇത്തിബായി. ഇത്തിബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ് ചെയ്ത് കാണിച്ചു തന്നത്. അങ്ങനെ ഇത്തിബായുണ്ട്. അതിന്റെ പുറമെ വായിൽ വെള്ളം കൊപ്പിളിക്കൽ വുജൂബാണെന്നുള്ള ഖൗല് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്കുണ്ട് താനും. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട മുഅക്കദായ സുന്നത്താണ് എന്ന്. എന്നാൽ എങ്ങനെയാണ് വായിൽ വെള്ളം കൊപ്പിളിക്കേണ്ടതും മൂക്കിൽ കയറ്റി ചീറ്റേണ്ടതും പറയാം. വഅഖല്ലുഹുമാ, ഇവ രണ്ടിൽ നിന്നും ചുരുങ്ങിയ രൂപം ഈസ്വാലുൽ മായി, വെള്ളത്തെ ചേർക്കലാണ്. ഇലൽ ഫമി, വായ കൊള്ള, വായിലേക്ക് വെള്ളം ഒഴിക്കുക. എന്നാൽ തന്നെ അസ്ലു സുന്നത്ത് കിട്ടും. അതായത് വായിൽ വെള്ളം ചുറ്റിക്കലും അത് പുറത്തേക്ക് തുപ്പിക്കളയലും, അതുപോലെ തന്നെ മൂക്കിലേക്ക് വെള്ളം വലിച്ചു കയറ്റലും അത് ചീറ്റിക്കളയലും, അതൊക്കെ പൂർണ്ണമായ രൂപമാണ്. ചുരുങ്ങിയ രൂപം വായിന്റെ ഉള്ളിൽ വെള്ളം ഒഴിക്കുക, മൂക്കിലേക്ക് വെള്ളം കയറ്റുക. വലാ യുശ്തറത്തു ഫീ ഹുസൂലി അസ്ലി സുന്ന, സുന്നത്തിന്റെ അടിസ്ഥാനം, അതായത് മൂക്കിൽ വെള്ളം കയറ്റുക എന്ന് പറഞ്ഞാൽ ഈ സുന്നത്തിന്റെ, വായിൽ വെള്ളം കൊപ്പിളിക്കുക എന്ന് പറഞ്ഞാൽ സുന്നത്തിന്റെ ചുരുങ്ങിയ രൂപം കരസ്ഥമാവും ക്കുന്നതിൽ ഷർത്താക്കപ്പെടൂല. ഇദാറത്തുഹു ഫിൽ ഫമി, വായിൽ ആ വെള്ളത്തെ കറക്കുക, ചുറ്റുക, കുലുക്കുക എന്നാണ് ഇനി നമ്മൾ മലപ്പുറം കീശീരി ഭാഷ. കുലുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വായിൽ വെള്ളം ഇങ്ങനെ കുലുക്കല് തന്നെയാണ്. ഈ എല്ലാ ഭാഗത്തേക്കും ഇടത്തോട്ടും വലത്തോട്ടും മേപ്പോട്ടും കീപ്പോട്ടും ഒക്കെ ഇളകുന്ന നിലക്ക് വായിൽ, അതിനാണ് കുലുക്കുക എന്ന് കീശേരിക്കാര് പറയാം. ആലൂരാജിന്റെ അവിടെ ഞാൻ എന്താ പറയലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കൊപ്പിളിക്കുക എന്ന് ചൊറുക്കിന് വേണ്ടി പറഞ്ഞ അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. അതാണ് ഇപ്പൊ ഇദാറത്ത്, വെള്ളത്തെ എങ്ങനെ ചുറ്റിക്ക. കുളിയല്ല കീശേരി, കുൽക്കുയ്യാന്ന ലാമോണ്ടാ പറയാ, ലാഹുകൊണ്ടല്ല. എന്താ ഈ കീശേരിക്ക് ചോറ് കഴിക്കണതിന്റെ ഇടയിൽ പയച്ചോ അതും അറിയില്ല. അതോ ചോറ് കഴിക്കാൻ ഇരിക്കാത്തതിലുള്ള ആ പൊറുതിയോടുകൊണ്ട് പയച്ചതാണോന്ന് അതും പറയാൻ കഴിയില്ല. മനസ്സിലായില്ലേ? മജ്ജുഹൂമിന്നു, വായിൽ നിന്നിട്ട് പുറത്തേക്ക് തുപ്പിക്കളയലും എന്തില്ല, ഷർത്തില്ല.
എന്തിന്? അസൽ സുന്നത്ത് കിട്ടാൻ. അപ്പൊ പിന്നെന്താ ചെയ്യാ? ബാക്കി വായിൽ വെള്ളം ഒഴിച്ചിട്ട് അതാണ് കീപ്പിട്ട് കുടിച്ചു ഇറക്കി, എന്നാലും അസൽ സുന്നത്ത് കിട്ടുന്നു. അതാ പറഞ്ഞതിന്റെ അർത്ഥം. അസൽ സുന്നത്ത് കിട്ടണമെങ്കിൽ വായിൽ വെള്ളം ഒഴിക്കലേ വേണ്ടൂ. ബാക്കി ഇനി അവിടെ തുപ്പാതെ അവിടെ വായിൽ തന്നെ വെച്ചുകൊണ്ടെന്ന് അല്ലെങ്കിൽ കീപ്പോട്ട് കുടിച്ചിറക്കി, എന്നാലും ഒക്കെ അസൽ സുന്നത്ത് കിട്ടും. അതുപോലെ തന്നെ മൂക്കിൽ നിന്നിട്ട് അത് ചീറ്റിക്കളയലും ഷർത്തില്ല. എന്തിന്? ചുരുങ്ങിയ സുന്നത്തിന്. എന്നാൽ പൂർണ്ണമായ സുന്നത്ത് കിട്ടണമെങ്കിൽ അങ്ങനെയൊന്നും പോരാ. മറിച്ച് വായിൽ വെള്ളം ഒഴിച്ച് നന്നായി കുലുക്കുക. അപ്പൊ വായിന്റെ എല്ലാ ഭാഗത്തും വെള്ളം എത്തും. എന്നിട്ട് അത് തുപ്പിക്കളയാം. മാത്രം പോരാ, തൊണ്ടയുടെ അടുത്തേക്ക് വെള്ളം എത്തിച്ചിട്ട് മുബാലഗത്ത് ചെയ്യൽ. അതിന് വേറെ സുന്നത്ത് പറയും. മുബാലഗത്ത് എന്ന നിലക്ക് ആ കളകളിച്ചിട്ട് തുപ്പുക. പക്ഷേ അത് ഇനി പറയും നോമ്പുള്ളവർക്ക് മുബാലഗത്ത് പാടില്ല. കാരണം ചിലപ്പോ കീപ്പൊട്ടുകൊണ്ട് ഇറങ്ങിപ്പോകാനൊക്കെ സാധ്യത ഉണ്ടല്ലോ. അപ്പൊ നോമ്പ് ഇല്ലാത്തവര് അങ്ങനെ എന്താ തൊണ്ടന്റെ അടുത്ത് കാക്കിയിട്ട് കളകള പറഞ്ഞിപ്പിക്കാം, കളകത്തിന്റെ ശബ്ദം വരുത്തുക. അതും സുന്നത്ത് തന്നെ. അതുപോലെ തന്നെ മൂക്കിൽ വെള്ളം കേറ്റിയിട്ട് വലത്തെ കൈയിൽ വെള്ളം കോരിയിട്ട് മൂക്കിൽ വെള്ളം കേറ്റിയിട്ട് ഇടത്തെ കൈ കൊണ്ട് അത് ചീറ്റിക്കളയണം. അതിനാണ് ഇസ്തിൻഷാഖ് എന്ന് പറയാം. കൂട്ടത്തിൽ എന്ത് ചെയ്യാം? വിരലിന്റെ തലപ്പ് കൊണ്ട് ഈ മൂക്കിന്റെ ഉള്ളിൽ തടകാം. അത് അവയവങ്ങൾ തേച്ചുരക്കുക എന്ന് പറയുന്ന ബാബിൽപ്പെടും. അല്ലാതെ അത് മാത്രം പോരാന്ന ആലുരാജിക്ക നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം. വെള്ളം കേറ്റാതെ വിരലിന്റെ തല മൂക്കിലേക്കൊന്നാൽ ഇട്ടു നോക്കിയാൽ ഓട്ടുണ്ടോ എന്ന് സംശയം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട് പോരാണ്. അതേ സമയത്ത് വെള്ളം കേറ്റി ചീറ്റുന്ന സമയത്ത് വിരലിന്റെ തലപ്പ് കൊണ്ട് മൂക്കിന്റെ ഉള്ള് തേച്ചുരക്കുന്നത് നല്ലതാണ്. അത് എല്ലാ അവയവങ്ങളും കഴുകപ്പെടുന്ന മുഴുവൻ അവയവങ്ങളും തേച്ചുരക്കൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ മൂക്കിൽ വിരലിന്റെ തല കൊണ്ട് ഒരക്കൽ സുന്നത്ത് തന്നെയാണ്. പക്ഷെ അത് മാത്രമായ പോരാ, മൂക്കിലേക്ക് വെള്ളം വലിച്ച് കയറ്റുകയും എന്നിട്ടത് ഇടത് കൈ കൊണ്ട് ചീറ്റിക്കളയുകയും ചെയ്യലാണ് സുന്നത്ത്. അപ്പോഴേ ഇസ്തിൻഷാഖ് എന്ന് പറയാൻ കഴിയുള്ളൂ. ഇപ്പോ അസ്ൽ സുന്നത്ത് കിട്ടണമെങ്കിൽ വായിൽ വെള്ളം കൊപ്പിളിക്കുന്ന സമയത്ത് ചുറ്റിക്കലോ തുപ്പിക്കളയലോ മൂക്കിൽ നിന്ന് ചീറ്റിക്കളയലോ ഷർത്തില്ല. പക്ഷേ ഷർത്തില്ല എന്ന് വെച്ചെങ്കിലും തുസന്നോ വായിൽ വെള്ളം കൊപ്പിളിക്കുകയും തുപ്പിക്കളയുകയും ചെയ്യുക, മൂക്കിൽ കയറ്റിയതിന് ശേഷം അത് ചീറ്റിക്കളയുക എന്നത് സുന്നത്താണ്. അപ്പൊ അസ്ൽ സുന്നത്ത് മൂക്കിൽ വെള്ളം എത്തലോടുകൂടി തന്നെ കിട്ടി. തീരെ എത്താതെ വിരലെത്തിയോണ്ട് കാര്യമില്ല, വെള്ളം എത്തി. ഇനി അത് ചീറ്റിയിലും കളഞ്ഞാൽ അതോടുകൂടി വിരല് കൊണ്ടൊന്ന് തേച്ചൊരുക്കുകയും ചെയ്താൽ 3 സുന്നത്ത് കിട്ടും. കൽ മുബാലഗത്തി ഫീഹിമ, ഈ വായിൽ വെള്ളം കൊപ്പിളിക്കലും തുപ്പലും മൂക്കിൽ കയറ്റലും ചീറ്റലും സുന്നത്തുണ്ട്. ഏതുപോലെ ഈ വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിനും മൂക്കിൽ വെള്ളം കയറ്റുന്നതിനും മുബാലഗത്ത് നല്ല കൂടുതലാക്കുക, നല്ലോണാണ് വലിച്ചു കയറ്റുക. പക്ഷെ മുർത്താക്ക് കയറിയിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കണ്ട, അത് ശീലമാണത്. ശീലിച്ചാൽ ഒരു കുഴപ്പം വരില്ല. ശീലിക്കാത്തവര് മേപ്പോട്ടാണ് വലിച്ചാൽ ചിലപ്പോഴാണട്ടെ അങ്ങോട്ട് പോയിട്ട് പാർലമെന്റ് ഹൗസ് വരെ എത്തിയെന്ന് വരും. അവിടെ പ്രശ്നം. അത് വരാതിരിക്കാൻ സൂക്ഷിക്കുക. പക്ഷേ ഈ വായിൽ കൊപ്പിളിക്കുന്നിടത്തും മൂക്കിൽ കയറ്റി ചീറ്റുന്നിടത്തും മുബാലഗത്ത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ആർക്കേ ഉള്ളൂ? ലിമുഫ്തിരിൻ, നോമ്പില്ലാത്തവർക്ക്. നോമ്പില്ലാത്തവർക്കേ മുബാലഗത്ത് സുന്നത്തുള്ളൂ. അപ്പോ മുബാലഗത്ത് ചെയ്യൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞാൽ ലിലംരി ബിഹ, ഇങ്ങനെ വായിൽ കൊപ്പിളിക്കുന്നിടത്തും മൂക്കിൽ കയറ്റി ചീറ്റുന്നിടത്തും മുബാലഗത്ത് നിറയെ കൂടുതലാക്കുക, ധാരാളമാക്കുക. അത് കൊണ്ട് പ്രത്യേകം കൽപ്പിച്ചിട്ടുണ്ട്. കാരണം നല്ലോണം വായിൽ കുപ്പിളിച്ച് തൊണ്ട വരെ എന്താക്കുക, വറകറത്ത് ചെയ്യിച്ച് തുപ്പലും മൂക്കിലേക്ക് നല്ലപോലെ വെള്ളം വലിച്ചു കയറ്റി ചീറ്റിക്കളയലും കൊണ്ട് ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോ അത് വേറൊരു സുന്നത്താണ്. മുബാലഗത്ത് നോമ്പില്ലാത്തവർക്ക് മുബാലഗത്ത് ചെയ്യാന്ന് പറയുന്ന ഒരു സുന്നത്താണ്.
വായിൽ നിന്നിട്ട് വെള്ളം കൊപ്പിളിച്ച് തുപ്പുക എന്ന് പറയുന്ന ഒരു സുന്നത്താണ്, മൂക്കിൽ വെള്ളം കയറ്റിയ ചീറ്റുക എന്ന് പറയുന്ന ഒരു സുന്നത്താണ്. ഒക്കെ സുന്നത്തുകളാണ്. ഈ ആദാബുകളൊക്കെ പാലിച്ചുകൊണ്ട് വുളു എടുക്കുമ്പോൾ അതിനുശേഷമുള്ള നിസ്കാരത്തിൽ ഖുശൂഅ് കിട്ടാൻ ഏറ്റവും സഹായകമാകും എന്ന് മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആക്കൊരു വിധത്തിലാണ്ട് എങ്ങനെയെങ്കിലുമൊക്കെയാണ് കാട്ടിക്കൂട്ടി വുളു എടുത്തൊക്കെയാണെങ്കിൽ, അല്ലെങ്കിൽ തന്നെ നമ്മളെപ്പോലെ സാധുക്കൾക്ക് നിസ്കാരത്തിൽ ഖുശൂഅ് വളരെ കുറവാണ്. അതിന്റെ ഒരു കാരണം ഭക്ഷണം ഹലാലല്ല എന്നുള്ളതാണ്. അതോടുകൂടി സുന്നത്തുകളും ആദാബുകളും പാലിക്കാത്ത വുളു ആണ് എന്നത് മറ്റൊരു കാരണമാണ്. ശരിയായ സുന്നത്തും ആദാബും പാലിച്ചുകൊണ്ട് ചെയ്യുന്ന വുളു ആണെങ്കിൽ ഖുശൂഅ് കിട്ടാൻ നിസ്കാരത്തിൽ വളരെ സാധ്യത കൂടുതലാണ്. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് പരീക്ഷണാർത്ഥം നോക്കിയാൽ വരെ ആ വ്യത്യാസം വ്യക്തമായി നമുക്ക് അനുഭവപ്പെട്ട് കാണാം. അപ്പൊ ഈ പറയപ്പെടുന്ന സുന്നത്തുകളൊക്കെ ഒന്ന് സൂക്ഷിച്ച് ചെയ്തുകൊണ്ട് നിസ്കരിക്കാൻ നിന്നാൽ മനസാന്നിധ്യവും ഖുശൂഉം നന്നായി കിട്ടുന്നതായി നമുക്ക് തന്നെ അനുഭവപ്പെടും. ആട്ടെ, ഇനി വയുസന്നു സുന്നത്താക്കപ്പെടും ജംഉഹുമാ, ഈ മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റലിനെയും വായിൽ വെള്ളം കൊപ്പിളിക്കലിനെയും കൂടി ഒരുമിച്ച് കൂട്ടൽ ബിസലാസി ഉറഫിൻ, 3 കോരൽ കൊണ്ടിട്ട് എന്ന് പറഞ്ഞാൽ 3 കോരൽ കൊണ്ടിട്ട് രണ്ടും ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞതിന് വിവിധ രൂപങ്ങളുണ്ട്. അതിൽ ഏറ്റവും നല്ല രൂപം പറയുന്നത് യതമൽമലു, വായിൽ വെള്ളം കൊപ്പിളിക്കുക, സുമ്മ യസ്തൻഷിഖു, അനന്തരം മൂക്കിൽ വെള്ളം കയറ്റുക, മിൻ കുല്ലി മിന്ന, ഓരോ കോരലും എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കോരൽ വെള്ളം എടുക്കുക, അതിന്ന് ആദ്യം വായിലേക്ക് എടുക്കുക, എന്നിട്ട് മൂക്കിലേക്ക് കയറ്റുക, രണ്ടാമത് വീണ്ടും വെള്ളം എടുക്കുക, അതുകൊണ്ട് വായിൽ വെള്ളം എടുക്കുക, പിന്നെ മൂക്കിലേക്ക് കയറ്റുക, പിന്നെ മൂന്നാമതും കോരുക, അതിൽ നിന്നിട്ട് ആദ്യം വായിൽ വെള്ളം എടുക്കുക, പിന്നെ മൂക്കിൽ കയറ്റുക. അപ്പൊ 3 കോരൽ മൊത്തം എടുക്കുക, ഓരോ കോരലിൽ നിന്നിട്ടും ആദ്യം വായിലേക്കും പിന്നെ മൂക്കിലേക്കുമായിട്ട്. ഇതാണ് അതിന്റെ ഏറ്റവും നല്ല രീതി. ഇനി മറിച്ച് വേറെ പല രൂപങ്ങളൊക്കെ മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പാടെ പറയേണ്ട ആവശ്യം നമുക്കില്ല. അതിൽ ഏറ്റവും അഫ്ളലായ രൂപമാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ഒരു കോരലിൽ നിന്ന് ആദ്യം വായിൽ വെള്ളം കൊപ്പിളിക്കുക, എന്നിട്ട് തുടർന്ന് മൂക്കിലേക്ക് കയറ്റുക, ആദ്യം വായിൽ കയറ്റുക, പിന്നെ മൂക്കിൽ കയറ്റുക, രണ്ടാമത് വീണ്ടും കോരുക, അതുപോലെ തന്നെ ചെയ്യുക. ഇങ്ങനെയാണ് അതിന്റെ ഏറ്റവും നല്ല രീതി. ഇനി വായിൽ വെള്ളം കൊപ്പിളിക്കൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓൻ കഴിയുന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു. പിന്നുള്ള സുന്നത്തായ അവയവം അതാണ് പറയുന്നത്. വമസ്ഹു കുല്ലി റഅസിൻ, തല മുഴുവനായിട്ട് തടകൽ. അത് പറഞ്ഞേക്ക് വളരെ മോക്കതായ സുന്നത്താണ്. ഉപേക്ഷിക്കൽ കറാഹത്താകുമാർ മോക്കതായ സുന്നത്താണ്. എന്തുകൊണ്ട് ലിത്തിബായി, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ് ചെയ്ത് കാണിച്ചു തന്നത്. തല മുഴുവനായിട്ട് തടകിയതാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ട വുദൂഇന്റെ രൂപം മുഴുവനും. ഒരു സന്ദർഭത്തിൽ മാത്രം തലപ്പാവ് ധരിച്ച് കൊണ്ട് വുദൂ ചെയ്തപ്പോൾ തലപ്പാവ് അല്പം പൊക്കിയിട്ട് അവിടുത്തെ ഷറഫാക്കപ്പെട്ട മൂർദാവ് തടകിയിട്ട് തുടർന്ന് തലപ്പാവിന്റെ മേൽ പൂർത്തിയാക്കി തടകിയ ഒരു റിവായത്തുമുണ്ട്. ഇത് എന്നാൽ അപ്പൊ അതൊരു കണക്കിന് മുഴുവൻ തന്നെയാണ്. പക്ഷെ തലയിൽ പറയില്ലാതെ മൂർദാവിന്റെ ഭാഗം മാത്രം തടവി ബാക്കി തലപ്പാവിന്റെ മേൽ പൂർത്തിയാക്കുകയാണ് ചെയ്തത്. ഇതല്ലാതെ പേരിന് തലന്റെ തുഞ്ചത്ത് ഒന്നിങ്ങനെ തൊടുന്ന തടവൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നിട്ടില്ല. പക്ഷേ ഖുർആൻ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്താൽ ഫർള് വിടും എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചിട്ട് അത്ര ചെയ്താൽ മതിയെന്നല്ല, അതുകൊണ്ട് വുദൂ സഹിയാകും എന്ന് മനസ്സിലാക്കാൻ മാത്രമാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല തലയിൽ നിന്ന് അല്പം തടിയാലും ഫർള് വിടും എന്ന് പറഞ്ഞത്. അല്ലാതെ അത്ര ചെയ്താൽ മതി എന്നുള്ള അർത്ഥത്തിനല്ല. ഒരാളുടെ വുദൂ സഹിയാകാൻ അല്പം തടിയാലും മതി. പക്ഷേ അങ്ങോട്ട് മുന്നിൽ നിന്ന് തുടങ്ങിയിട്ട് പെരടി വരെയും പെരടിയിൽ നിന്നിട്ട് വീണ്ടും മുന്നു വരെയും തിരിച്ചും മറിച്ചും തടകൽ സുന്നത്താണെന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല തങ്ങൾ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നതും ഏകദേശം അങ്ങനെ തന്നെ. ഏകദേശം എന്ന് പറയാൻ കാരണം അതിന് പറയും, ഈ വിരലിന്റെ ഒപ്പം മറിയുന്ന മുടി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു തടയേണ്ടതുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുടെ അവസ്ഥ അധിക സന്ദർഭത്തിലും നീണ്ട് ഏകദേശം ചുമലിലെത്താൻ എത്ര നീണ്ടു കിടക്കുന്ന മുടികളായിരിക്കും. അപ്പൊ അത് ബേക്കിന്ന് മുന്നോട്ട് തിരിച്ചു കൊണ്ടുവന്നാൽ അതിനൊപ്പം വിരലിനൊപ്പം മറയുന്നതല്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ തിരിച്ചു കൊണ്ടുവരൽ സുന്നത്തില്ല.
മനസ്സിലായില്ലേ? അപ്പൊ അല്ലാത്തപ്പോ ഒക്കെ മുന്നിൽ നിന്നിട്ട് പെരടി വരെയും പെരടിയിൽ നിന്നിട്ട് മുമ്പ് വരെയും അങ്ങോട്ടും ഇങ്ങോട്ടും തടയൽ സുന്നത്താണ്. അപ്പോ ഇത്തിബാണ് മുഴുവൻ തടകൽ സുന്നത്താണെന്ന് പറഞ്ഞു. മാത്രമല്ല വഖുറൂജൻ മിൻ ഖിലാഫി മാലിക്കിൻ വ അഹ്മദ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെയും പിന്നെ ഇമാം മാലിക് തങ്ങളുടെയും ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെയും ഖിലാഫിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടിയും കൂടി മുഴുവൻ തടയണം. ഒന്ന് ഇത്തിബായ് പറഞ്ഞു, അതിന്റെ പുറമെ രണ്ടാമത്തെ ഒരു ദലീലാണത്. മദ്ഹബിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽപ്പെട്ട 2 ഇമാമിയങ്ങൾ തല മുഴുവനായി തടകൽ വുജൂബാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ സാധാരണ നമ്മൾ പറയലുണ്ടല്ലോ ഖുറൂജൻ മിൻ ഖിലാഫി മൻ ഔജബ, വുജൂബാണെന്ന് പറഞ്ഞ ഇമാമിയങ്ങളുടെ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നിട്ട് ഒഴിവാകാൻ വേണ്ടിയിട്ട്. അപ്പൊ 2 ദലീലാണ്. ഒന്ന് ഇത്തിബായ്, തല മുഴുവൻ തടകണം എന്നതിന് ഇത്തിബായാണ് ദലീൽ. രണ്ടാമത്തേത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി തങ്ങളും ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തങ്ങളും 2 പേരും തല മുഴുവൻ തടകൽ വുജൂബാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഖിലാഫ് അവരുമായിട്ടുള്ള ഭിന്നതയിൽ നിന്നിട്ട് ഒഴിവാകലും കൂടി ലക്ഷ്യമുണ്ട്. അപ്പൊ മുഴുവനായി തടകുക എന്ന് പറഞ്ഞത് മുഅക്കദായ സുന്നത്താണ് എന്ന് വരും. പിന്നെന്താ ഒരു സംശയം, മുഴുവൻ തടകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലോ ഫൈനഖ്തസറ അലൽ ബാദി, അല്പം തടകുന്നതിന്റെ മേൽ ചുരുക്കുകയാണെങ്കിൽ ഫൽ ഔലാ, അതിൽ ഏറ്റവും നല്ലത് അയ്യകൂന ഹുവ, ആ അല്പം ആവലാണ് നാസിയത്താകലാണ് നല്ലത്. മനസ്സിലായില്ലേ? അല്പം തടയുകയാണെങ്കിൽ പേരിന് മുമ്പൊന്ന് തൊട്ട് തടകുന്നതിനാട്ടിലും ഈ മൂർത്താവ് പതപ്പ് എന്നാ പണ്ട് നമ്മളവിടുത്തെ താത്താരൊക്കെ അതിന് പറയാ. എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞു മക്കളെ തല ഈ മൂർധാവിന്റെ ഭാഗം ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും, ഒരു എല്ലില്ലാത്ത ഭാഗമുണ്ട് കുറച്ചു സ്ഥലം, അതിനാണ് പതപ്പ് എന്നാ പെണ്ണുങ്ങൾ പറയാ. അതാണ് ഈ നാസിയത്ത് എന്ന് പറയുന്നത്. അവിടെയാണ് ഏറ്റവും നല്ലത്. കാരണം എന്താന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സന്ദർഭത്തിൽ തലപ്പാവ് ധരിച്ച് തലപ്പാവ് അല്പം പൊക്കിയിട്ട് നാസിയത്തുമ്മ തടങ്ങിയിട്ട് ബാക്കി തലപ്പാവ്, അപ്പൊ ചുരുക്കുകയാണെങ്കിൽ നാസിയത്തുമ്മ തടങ്ങി ചുരുക്കിയതായിട്ട് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് വന്നതുകൊണ്ട് ചുരുക്കുകയാണെങ്കിൽ നല്ലത് നാസിയത്തുമ്മ ചുരുക്കലാണ്. മനസ്സിലായില്ലേ? വൽ ഔലാ ഫീ കൈഫിയത്തി, അതെന്തോ ആട്ടെ, ഫർള് വീടാൻ നമ്മൾ ഇപ്പോഴും പറയും തലയിൽ നിന്ന് ഏത് ഭാഗത്തും തലയിൽപ്പെട്ട തൊലിയോ അല്ലെങ്കിൽ തലയുടെ അതിർത്തിയിൽപ്പെട്ട മുടിയോ അല്പം തടയാലും ഫർള് വീടും. ബാക്കിയുള്ളതൊക്കെ ഇപ്പൊ സുന്നത്തിന്റെ കാര്യങ്ങളാ പറയുന്നത്. വൽ ഔലാ ഫീ കൈഫിയത്തി, എന്നാൽ ഈ കുല്ലുറസ് തടയുന്നതിന്റെ രൂപങ്ങൾ പലതും ഉണ്ട്. അതിൽ ഏറ്റവും നല്ലത് തല മുഴുവനായി തടയുന്ന രൂപത്തിൽ ഏറ്റവും നല്ല ഉത്തമമായ രീതി അയ്യവായദൈഹി, 2 കൈകളെ വെക്കലാണ്. അലാ മുഖദ്ദമി റഅ്സിഹി, തലയുടെ മുമ്പാകത്ത്, അതായത് നെറ്റിയോടടുത്ത് തലന്റെ മുടി തുടങ്ങുന്ന ആ തുടക്കത്തിൽ വെക്കുക. എങ്ങനെ വെക്കുക? മുൽസിഖൻ മുസബ്ബഹതഹു ബിൽ ഉഖ്റാ, ഒരു കൈയിന്റെ ചൂണ്ടുവിരൽ മറ്റേ കൈയിന്റെ ചൂണ്ടുവിരലുമായി ചേർത്തിയിട്ട്, അപ്പൊ വലത്തെ കൈയിന്റെ ചൂണ്ടുവിരൽ ഇടത്തെ കൈയിന്റെ ചൂണ്ടുവിരലുമേക്ക് ചേർത്തി വെക്കുക. ഇബ്ഹാമൈഹി, 2 തള്ളവിരലുകൾ വെക്കുന്നവനായിട്ടല്ല, സുദുഗൈഹി, 2 ചെന്നിയുടെ മേൽ, ഇടതുവശത്തെ ചെന്നിയും വലതുവശത്തെ ചെന്നിയും, ചെന്നി എന്നൊക്കെ പറഞ്ഞാൽ അറിയിക്കാറുണ്ട്, മനസ്സിലാക്കണം. ഏതായാലും ആട്ടെ, ഈ ഇതുണ്ടല്ലോ ഏത് തലയുടെ കയനറ്റി എന്ന് പറയുന്നത്, ആ കയനറ്റിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് ചെവിയുടെ തൊട്ട് മുമ്പിലായിട്ടുള്ള സ്ഥലത്തിനായി ചെന്നി എന്നറിയാം, അവിടെ വെക്കുക. ചെവിയുടെ തൊട്ട് മുമ്പില്, എന്നാൽ കയനറ്റിയുടെ തൊട്ട് പിന്നിലുമായിട്ടുള്ള സ്ഥലത്ത് പെരുവിരൽ 2 ഇടത്തെ കൈയിന്റെ ഇടത്ത് ഭാഗത്തും വലത്തെ കൈയിന്റെ വലത്ത് ഭാഗത്തും വെക്കുക. എന്നിട്ട് 2 ചൂണ്ടുവിരൽ പരസ്പരം മുട്ടിച്ചു വെക്കുക. എന്നിട്ട് സുമ്മ യുദ്ഹിബ ബിഹിമാ, അതിനെ കൊണ്ടുപോവുക. റഹബ യദ്ഹബു തന്നെ, യദ്ഹബ ബിഹിമ, കൊണ്ടുപോവുക. മാ ബഖിയത്തി അസാബിഹി, ബാക്കി വിരലുകളോട് കൂടെ. ബാക്കി വിരലുകളോട് കൂടെ എന്ന് പറഞ്ഞാൽ വൈലിൽ ഇബ്ഹാമൈനി, പെരുവിരൽ കൂടാതെ പെരുവിരൽ അവിടെ തന്നെ വെക്കുക. ഈ ചെന്നിയിൽ വെച്ചോടത്ത് തന്നെ നിൽക്കിയത് തള്ളവിരൽ. ബാക്കി വിരലുകളെ ഈ ചൂണ്ടുവിരലിന്റെ കൂടെ പിന്നോട്ട് കൊണ്ടുപോവുക. ചൂണ്ടുവിരൽ ഒരു ചൂണ്ടുവിരൽ മറ്റേ ചൂണ്ടുവിരൽ മുതൽ മുട്ടിയിട്ടാള്, ബാക്കിയുള്ള വിരൽ അങ്ങനെ മുട്ടിക്കൊള്ളണമെന്നില്ല. എങ്കിലും കൈ
വെറ്റി വിരലുകളോട് കൂടി കൊണ്ടുപോവുക. എവിടേക്ക് കൊണ്ടുപോവുക? ലി ഖഫാഹു, പെരടി കൊള്ളെ, പെരടിക്ക് അടത്തണ്ട, അത് വരെ നഷ്ടം. എന്നിട്ടോ അപ്പോ മുമ്പൊന്ന് കൊണ്ടുപോയിട്ട് പെരടി വരെ എത്തിച്ചതിന് ശേഷം സുമ്മയറുദ്ദഹുമാ, പിന്നെ ആ രണ്ട് കൈയിനെ മടക്കിക്കൊണ്ടുവരിക ഇരൽ മബദി, തുടങ്ങിയ സ്ഥലം കൊള്ള. പക്ഷെ ഇങ്ങനെ മടക്കിക്കൊണ്ടുവരേണ്ട എല്ലാവർക്കും സുന്നത്തില്ല. ഇൻകാനലഹു, ഈ വുദൂ ചെയ്യുന്ന ഈ വ്യക്തിക്ക് ഉണ്ടെങ്കിലേ വേണ്ടൂ ഷഅറുൻ യൻഖരിബു, വിരലിനൊപ്പം മറയുന്ന തരത്തിലുള്ള മുടി. മനസ്സിലായില്ലേ? വിരലിനൊപ്പം മറയുന്ന തരത്തിലുള്ള മുടി. അപ്പൊ തീരെ മുടിയില്ലാത്തതിന് വേണ്ടാന്നർത്ഥം. കാരണം ഓന് പിന്നെ മറയാൻ മുടിയില്ലല്ലോ. ഇനി അല്ലെങ്കിൽ സ്ത്രീകളെ മുടി പോലെ വലിയ നീണ്ട മുടിയാണ്, അത് കൈ ഇങ്ങോട്ട് മടക്കി കൊണ്ടുവരുമ്പോ അതിന്റെ കൂട്ടത്തിൽ മറയില്ല, അതും തിരിച്ചുകൊണ്ടിരുന്നില്ല. അപ്പൊ തീരെ മുടിയില്ലാത്തവര്, അതല്ലെങ്കിൽ വലിയ നീണ്ട മുടിയുള്ളവര്, അവര് ഈ നിലക്ക് മുമ്പാകത്ത് നിന്ന് പെരടി വരെ കൈ കൊണ്ടുപോയാൽ മതി. അല്ല, ഇടത്തരം മുടി ഉണ്ട്, എന്നാൽ മുൻപിൽ നിന്നിട്ട് പെരടി വരെ കൊണ്ടുപോയതിനു ശേഷം പെരടിയിൽ നിന്നിട്ട് മുമ്പോട്ട് തിരിച്ചു കൊണ്ടുവരൽ സുന്നത്തുണ്ട്. അത് അയങ്കരി പോകുന്ന മുടി എന്ന് പറഞ്ഞത്. ഈ വിരലിനൊപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റുന്ന മുടി ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ വലിപ്പം കുറഞ്ഞ, വല്ലാതെ നീണ്ടു കിടക്കാത്ത മുടി ഉണ്ട്, എന്നാ തീരെ മുടി ഇല്ലാത്ത അവസ്ഥ അല്ല താനും. അങ്ങനെ വന്നാൽ പെരടിയിൽ നിന്നിട്ട് മുന്നോട്ട് ഇങ്ങോട്ടും കൊണ്ടുവരൽ സുന്നത്തുണ്ട്. ഇല്ല, അങ്ങനത്തെ മുടിയില്ല എന്ന് പറഞ്ഞാൽ തീരെ മുടിയില്ലെങ്കിൽ, മുടി മുറയ്ക്ക് കഴിഞ്ഞിട്ട് മുടി മൊട്ടടിച്ചിക്ക, അതല്ലെങ്കിൽ മുടി പറ്റ ചെറുതാക്കി ആ 0 നമ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ 1 നമ്പർ വെച്ചിട്ട് മെഷീൻ കൊണ്ട് കട്ട് ചെയ്ത് പറഞ്ഞു. അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയാൽ തന്നെ മതി, അതിന് ഇങ്ങോട്ട് മറിയാനൊന്നും ഇല്ല മുടി. അതല്ലെങ്കിൽ സ്ത്രീകളെ മുടി പോലെ വല്ലാതെ നീണ്ടതാണ്. എന്നാൽ ഈ മുമ്പാകത്തിൽ നിന്നും പെരടി വരെ കൊണ്ടുപോകുന്നതിൽ നിർത്തിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ നിർത്തിയാൽ മതി എന്നർത്ഥം. ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇതാണ് ഇപ്പൊ അതിന്റെ ഏറ്റവും നല്ല രീതി. അപ്പോൾ രണ്ട് തള്ളവിരൽ അല്ലെങ്കിൽ പെരുവിരൽ രണ്ട് ചെന്നിയിൽ ഉറപ്പിച്ചു വെച്ചിട്ട് ഒരു ചൂണ്ടുവിരൽ മറ്റേ ചൂണ്ടുവിരലോട് മുട്ടിച്ച് തലയുടെ മുൻവശം മുതൽ പെരടി വരെ ബാക്കി വിരലുകളോട് കൂടി തടവുകയും, കൂട്ടത്തിൽ മറയാൻ പറ്റുന്ന തരത്തിലുള്ള മുടിയാണെങ്കിൽ അവിടുന്ന് തിരിച്ച് മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യുക, ഇല്ലെങ്കിൽ പെരടി വരെ കൊണ്ടുപോവുക. ഇതാണ് ഏറ്റവും ഉത്തമമായ രീതി. എരിവയിങ്കാനലാറസിഹി, ഈ മനുഷ്യന്റെ തലയിൽ ഉണ്ടായിരുന്നാൽ എന്തുണ്ട്? ഇമാമത്തുൻ, എന്തുണ്ട്? തലപ്പാവുണ്ട്. ഔ കലൻസുവത്തുൻ, അല്ലെങ്കിൽ തൊപ്പിയുണ്ട്. തലപ്പാവോ തൊപ്പിയോ ഉണ്ട്, അത് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ തമ്മമാലൈഹ, ആ തലപ്പാവിന്റെ മേൽ അല്ലെങ്കിൽ ആ തൊപ്പിയുടെ മേൽ പൂർത്തീകരിച്ചാൽ മതി. ബാദമസ്ഹിന്നാസുയ, തലപ്പാവ് അല്പം പൊക്കി പിടിച്ചിട്ട്, അതല്ലെങ്കിൽ തൊപ്പി അല്പം പൊക്കി പിടിച്ചിട്ട് മൂർദാവിന്റെ കതിർ തലയിൽ തന്നെ തടയുക, എന്നിട്ട് കൈ പൊക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തലപ്പാവ് അല്പം പൊക്കി പിടിച്ച് കുറച്ച് ഭാഗം എന്താക്കി തല തടകിയതിനു ശേഷം കൈ പൊക്കിയെടുത്ത് അക്കൈ കൊണ്ട് രണ്ടാമത് തടയാൽ തല പൂർത്തിയായി തടയുക എന്ന് പറയുന്ന സുന്നത്ത് കിട്ടൂല. കാരണം എന്താ? ഈ തടകിയ കൈ എടുത്തതോടുകൂടി ഫർദിൽ ഉപയോഗിച്ച വെള്ളമായി മുസ്താമലായി കഴിഞ്ഞു. അത് ഇനി ആ വെള്ളം കൊണ്ട് ബാക്കി തടകിയിട്ട് പറ്റൂല. അപ്പൊ എന്താക്കാൻ പാടില്ല? കൈ വേറിട്ടെടുക്കാൻ പാടില്ല. അപ്പൊ തല അല്പഭാഗം തലപ്പാവോ തൊപ്പിയോ പൊക്കിയിട്ട് തടകിയ കൈ തലയിൽ നിന്നിട്ട് പൊക്കിയെടുക്കാതെ അതിമ്മ കൂടെ തല കെട്ടുകൾക്ക് അല്ലെങ്കിൽ തൊപ്പിമക്ക് ഇങ്ങനെ പൂർത്തിയാക്കി തൊപ്പിയുടെയോ തലപ്പാവിന്റെയോ മേൽ പൂർത്തിയാക്കിയാലും തല മുഴുവനായി തടകിയ സുന്നത്ത് കിട്ടും. അങ്ങനെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത് കാണിച്ച സുന്നത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തലപ്പാവോ തൊപ്പിയോ ഉണ്ടെങ്കിൽ അത് അഴിച്ചു വെച്ച് മുഴുവൻ തടയുകയാണെങ്കിൽ നല്ലത് തന്നെ. ഇനി അഴിച്ചു വെക്കുന്നില്ലെങ്കിൽ എന്തു മതി? അല്പം ഇത് പൊക്കി തലയുടെ ഭാഗം അല്പം തടകിയതിനു ശേഷം കൈ പൊക്കിയെടുക്കാതെ ആ തലപ്പാവിന്റെ അല്ലെങ്കിൽ ആ തൊപ്പിയുടെ മുകളിൽ തടവി പൂർത്തിയാക്കിയാലും തല മുഴുവനായി തടവുക എന്ന സുന്നത്ത് ലഭിക്കും. ആട്ടെ, അതൊക്കെ പിന്നെ എല്ലാവർക്കും കിട്ടുന്നതായതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി
രണ്ട് ചെവിയും മുഴുവനായി തടകലും സുന്നത്താണ്. ചെവി മുഴുവനായി തടയുക എന്ന് പറഞ്ഞാൽ വാഹിറൻ അതിന്റെ പ്രത്യക്ഷ ഭാഗവും, ബാത്തിനൻ അതിന്റെ ഉൾഭാഗവും. പുറം ഉള്ളിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ? പുറം എന്ന് പറഞ്ഞാൽ തലയുടെ ഭാഗം, ആ പുറത്തെ പുറം. അകം എന്ന് പറഞ്ഞാൽ മുഖത്തിനോടടുത്ത ഭാഗം. മനസ്സിലായല്ലോ? ആ ഓട്ടിൻ വളവും ഒക്കെ ഉള്ള ഉള്ളിലാണ് ബാത്തിന് പറഞ്ഞ്. പുറം എന്ന് പറഞ്ഞാൽ ആ കൊടയായിട്ടുള്ള പുറത്തെ പുറം ഉണ്ടല്ലോ, അതിന്. അങ്ങനെ പുറവും അകവും തടക. മാത്രല്ല സ്വമാഹൈഹി രണ്ട് ചെവിക്കുണ്ടും. ചെവിയുടെ ഉള്ളും പുറവും മാത്രല്ല, ചെവിയുടെ കുണ്ടും തടവൽ. ചെവിയുടെ ഉള്ളും പുറവും കുണ്ടും തടവൽ സുന്നത്താണ് എന്ന് മദ്രസയിൽ നിന്ന് കുട്ടികളെ പഠിപ്പിക്കുക. സ്വമാഹൈഹി ഈ കുണ്ടും തടകൽ സുന്നത്തുണ്ട് ഇത് ഇത്തിബായി. അതും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ഇത്തിബാൻ. അപ്പൊ പിന്നെ എങ്ങനെ വെക്കേണ്ടത്? വെക്കേണ്ടത് എന്ന് പറഞ്ഞാല് കൈ രണ്ടും വെള്ളം നനച്ച്, തല തളിയ വെള്ളം അല്ലാത്ത പുതിയ വെള്ളം എടുക്കലാണ് സുന്നത്ത്. പുതിയ വെള്ളം നനച്ചിട്ട് ചൂണ്ടുവിരൽ, ആ വിരലിന്റെ തല ചെവിയുടെ കുണ്ടിൽ വെക്കുക. പെരുവിരൽ ചെവിയുടെ പുറത്ത് താഴെ ഭാഗത്ത്, നമ്മളെ കാതുത്തുന്ന താഴെ സ്ഥലം ഉണ്ടല്ലോ, അതിന്റെ പുറത്ത് വെക്കുക. ബാക്കി വിരലുകളുടെ ഭാഗം ഉള്ളിലും വെക്കുക. എന്നിട്ട് താഴ്ന്ന് മേപ്പോട്ട് കൊണ്ടുപോവുക. ഈ ചൂണ്ടുവിരൽ കുണ്ടിൽ വെച്ചോർത്ത് അവിടെ കൈയൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ കുണ്ട് തടയുക എന്ന് പറയുന്നത്. എന്നിട്ട് വിരല് കൊണ്ട് ചെവിയുടെ മടക്കിലേക്ക് കൊണ്ടുവരിക. മനസ്സിലായി? ചെവിക്കൊരു മടക്കുണ്ടല്ലോ, ആ മടക്കിന്റെ ഉള്ളൊക്കെ തടകൽ സുന്നത്തുണ്ട്. എന്നിട്ട് പിന്നെ എന്താക്കുക? ഇതൊക്കെ വിരലുകൊണ്ടാ. എന്നിട്ട് രണ്ട് ഉള്ളം കൈ അമർത്തി ചെവിയുടെ ഉൾഭാഗത്ത് വെക്കുക. രണ്ട് ചെവിയുടെ ഉൾഭാഗത്ത് രണ്ട് ഉള്ളം കൈ അമർത്തി വെക്കുക. അപ്പൊ എന്താവും? ഈ വിരല് പോന്നിട്ട് എവിടെയെങ്കിലും നനയാൻ ബാക്കിയുണ്ടെങ്കിൽ ആ ഭാഗം ഈ കൈയിന്റെ ഉള്ളം കൈ കൊണ്ടിട്ട് ഈ അമർത്തി വെക്കുന്നതോടുകൂടി നനയൽ വന്നിട്ടുണ്ടാവും. പുറം പിന്നെ ആ വിരൽ ഇങ്ങനെ പോന്നാൽ തന്നെ എല്ലായിടും നനയും. കാരണം പുറത്ത് അങ്ങനെ മടക്കും ചുരുക്കളും ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട്. എന്നാൽ പെരടി വരെ തല തടവുകയും ചെവിയുടെ ഉള്ളും പുറവും തടവുകയും ചെയ്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. വലായുസന്നു സുന്നത്താക്കപ്പെടൂല മസ്ഹുർ റഖബത്തി പിരടി തടവൽ. ഹനഫി മദ്ഹബുകാരൊക്കെ സാധാരണ പതിവായി ചെയ്യുന്നതാണ്. തല മുഴുവനായി തടകും, ചെവിയും തടകും, എന്നിട്ട് പെരടിയും തടകും. ഒറ്റ പ്രാവശ്യം പോലെയുണ്ട്. തലയും ചെവിയും കൂടിയും ഒരു പ്രാവശ്യം തടകിയാൽ അതിന്റെ കയ്യിന്റെ പുറം കൊണ്ട് പെരടും തടവും. ഇങ്ങനെ ഒരു ചെയ്യുക. അങ്ങനെ ഒരു സുന്നത്തില്ല എന്നാണ് ഇപ്പം നമ്മളിവിടെ പറയുന്നത്. കാരണം എന്താ? ഇത് അങ്ങനെ ഒരു സുന്നത്തില്ല എന്ന് പറയാൻ കാരണം ലം യസ്ബുത്ത് ഫീഹി ശൈഉൻ, പെരടി തടകുന്നതിനെ സംബന്ധിച്ച് സ്വഹീഹായ ഹദീസുകളൊന്നും വന്നിട്ടില്ല എന്ന്. മനസ്സിലായില്ലേ? പക്ഷേ ഒരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ മദ്ഹബില് പെരടി തടയൽ പ്രധാന സുന്നത്തുകളിൽപ്പെട്ട ഒരു സുന്നത്തായിട്ട് എണ്ണിയിട്ടുണ്ട്. അത് ഒറ്റ ഹദീസുകൾ നോക്കുമ്പോൾ അതിന്റെ സനദ് ദഈഫാണെങ്കിലും വിവിധങ്ങളായ ത്വരീഖുകളിൽ വന്നതുകൊണ്ട് ഹസനുൽ ലിഗൈരിഹി എന്ന ദറജയിൽ എത്തിയിട്ടുണ്ട് എന്ന് ഇമാം ഖുർദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ അടിസ്ഥാനത്തിൽ ഒരാൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ആക്ഷേപിക്കേണ്ടതില്ല. നമ്മൾ പോയി ചെയ്തോളണമെന്നില്ല. കാരണം സഹീഹായ ഹദീസില്ല, അല്ലെങ്കിൽ ഒറ്റക്ക് ഹസനായ ഹദീസില്ല. ഇത് രണ്ടാലൊന്നേ ഹുക്മു സുബൂത്താവുള്ളൂ. ഒന്നിരിക്കൽ സഹീഹായിരിക്കണം, അല്ലെങ്കിൽ ഹസനായിരിക്കണം. അങ്ങനെ സഹീഹായതോ ഹസനുല്ലി ദാത്തിഹി ആയതോ ആയ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് സുന്നത്ത് ആണ് എന്ന് പറയാൻ കഴിയില്ല എന്നാ പറഞ്ഞ്. എന്നാൽ ഇമാം ഖുർദി തങ്ങളൊക്കെ പറഞ്ഞത് ഹസനുല്ലി ഗൈരിഹി എന്ന പദവി എത്തിയിട്ടുണ്ട് ആ ഹദീസിന്. ഹസനുല്ലി ഗൈരി ആയാലും ഹജ്ജത്തിന് പറ്റും, അപ്പൊ സുന്നത്ത് സ്ഥിരപ്പെടും. ആ അടിസ്ഥാനത്തിൽ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ. എന്നാൽ ഖാലൻ നവവിയു, ഇത് സുന്നത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടു, ആയിക്കോട്ടെ. എന്നാൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ബൽ സുന്നത്തില്ലെന്ന് മാത്രമല്ല ഹുവ ബിദ്അത്തുൻ,
വുദൂഇന്റെ സമയത്ത് പെരടി തടകുക എന്നത് ബിദ്അത്തിൽപ്പെട്ടതാണ് എന്ന്. ബിദ്അത്തിൽപ്പെട്ടതാണ്. അപ്പൊ സുന്നത്തിന്റെ എതിരാണ് എന്നർത്ഥം. അതാ, അല്ലാതെ ഇത് ചെയ്യാത്തതെന്നല്ല ബിദ്അത്തിന്റെ അർത്ഥം. ഖുർആനെതിരായോ ഹദീസിനെതിരായോ സഹാബത്തിന്റെ ഇജ്മാഇനെതിരായിട്ടോ ഒരു കാര്യം വരുമ്പോഴാണ് ബിദ്അത്ത് പറയുന്നത്. അയിപ്പെട്ടതാണ്. എന്നാ പിന്നെ ചില ഹദീസുകളിൽ ഉണ്ടല്ലോ എന്ന സംശയത്തിന് പറയുന്നു വഹദീസുഹു, എന്നാൽ ഇങ്ങനെ പെരടി തടയൽ സുന്നത്താണെന്ന് അറിയിക്കുന്ന ചില ഹദീസുകളുണ്ട്. ആ ഹദീസ് മൗദൂ ആണ്, ലൈഫും കൂടിയല്ല, മൗദൂ ആണ്. അത് വലിയ കടുപ്പാണ്. പക്ഷേ അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു വിഷയത്തിൽ വരുന്ന ഹദീസുകൾ വ്യത്യസ്ത തരീഖിലൂടെ വരുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന ഇമാമിയങ്ങൾ പരിശോധിച്ച് അപ്പോൾ ആ വിഷയത്തിൽ പരിശോധിച്ച സനദ് വൈഫാണെങ്കിൽ വൈഫാണെന്ന് പറയും, മൗദൂ ആണെങ്കിൽ മൗദൂ ആണെന്ന് പറയും. പക്ഷേ കൂടുതൽ ആവശ്യകമായി വന്ന ഹദീസുകൾ മുഴുവനായി പരിശോധിച്ചാൽ ചിലപ്പോൾ ഈ സനദ് മൗദൂ ആയി വന്ന അതേ സംഭവം വേറെ സനദിലൂടെ നോക്കുമ്പോൾ ചിലപ്പോൾ സഹീഹായി തന്നെ വരാറുണ്ട്, മറ്റു ചിലപ്പോൾ ഹസനായി വരാറുണ്ട്, മറ്റു ചിലപ്പോൾ ലൈഫായും വരാറുണ്ട്. ഒന്നിലധികം പരമ്പരയിൽ വന്ന ഹദീസിനെ സംബന്ധിച്ച് ചിലപ്പോൾ അപ്പോൾ ആ മഹാന്മാർ, അവരും മനുഷ്യരല്ലേ, അവർ പരിശോധിച്ച ആ പരമ്പര മൗദൂആയിരിക്കാം എന്നതുപോലെ നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്ത് കിട്ടിയതിന് ശേഷം അവിടത്തെ ജനനത്തിൽ സന്തോഷിച്ചുകൊണ്ട് അഖീഖത്ത് അറുത്തിരുന്നു എന്ന് ഹദീസിലുണ്ട്. ഈ ഹദീസിനെ സംബന്ധിച്ചും ഇമാം നബി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത് ലൈഫാണ് എന്നാണ്. മനസ്സിലായില്ലേ? ഈ ഹദീസിനെ സംബന്ധിച്ചും ലൈഫാണെന്നാ പറഞ്ഞത്. പക്ഷേ ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള മുഹദ്ദിസീങ്ങൾ ഈ ഹദീസിന്റെ പരമ്പര പരിശോധിച്ചിട്ട് പറഞ്ഞത് ഇമാം തുർമുദി റിവായത്ത് ചെയ്ത സനദിൽ വന്ന ഹദീസിനെ പറ്റിയാണ് നബി ബാബ് ലൈഫാണെന്ന് പറഞ്ഞത്. എന്നാൽ ഇമാം നൂറുദ്ദീനുൽ ഹൈസമി തൊട്ട് ഇമാം ബൈഹഖി മുതൽ പല ഇമാമിയങ്ങളും വ്യത്യസ്ത സനദുകളിലൂടെ ആ ഹദീസ് റിവായത്ത് ചെയ്യുകയും അത് സഹീഹുൽ ഗൈരിഹി എന്ന ദർജയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ലൈഫാണെന്ന് പറഞ്ഞത് തെറ്റല്ല. ഇമാം തുർമുദിയുടെ റിവായത്ത് വന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ലൈഫാണെന്ന് പറഞ്ഞത്. പക്ഷേ മറ്റ് അയിമ്മത്ത് റിവായത്ത് ചെയ്ത സനദിലൂടെ ഹദീസ് സഹിയായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്തിന് ശേഷം അഖീഖ അറുത്തു എന്നതും അഖീഖ ആവർത്തിക്കാറില്ല. പിന്നെ നബി തങ്ങൾ അറുത്തത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് അന്നദാനം നടത്താം എന്ന് മാർഗദർശനം കാണിച്ചു തന്നതാണ്. അത് ഹദീസ് സഹീഹ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. നബി ഇമാം പറഞ്ഞത് ഇമാം തുർമുദിയുടെ റിവായത്തിൽ വന്ന ഹദീസിനെ സംബന്ധിച്ച് മാത്രമാണ് എന്ന് പറഞ്ഞതുപോലെ ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പരിശോധിച്ച ആ ഹദീസിന്റെ പരമ്പര മൗദൂആയിരിക്കാം. അതുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞത് വളരെ ശരിയാണ്. എന്നാൽ ഈ പെരടി തടകുന്നതിനെ സംബന്ധിച്ച് പറയുന്ന ഹദീസുകൾ ധാരാളം പരമ്പരകളിലൂടെ വന്നിട്ടുണ്ട്. മൗദൂ അല്ലാത്ത ധാരാളം പരമ്പരകളിലൂടെ വന്നിട്ടുണ്ട്. അത് ശദീദ് ദുഅഫ് അല്ലാത്തത് കൊണ്ട് ഒന്നിലധികം പരമ്പരയിലൂടെ വന്നാൽ ഹസനുൽ ഗൈരിഹി എന്ന ദർജയിലെത്തും. അപ്പം ഇമാം നബി തങ്ങൾ അത് മൗദൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നത് ശരിയാണ്. ഇമാം നബിക്ക് തെറ്റുപറ്റിയെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. മഹാനവറുകൾ പരിശോധിച്ച ആ സനദ് മൗദൂ ആയിരിക്കാം. മൗദൂ എന്ന് പറഞ്ഞാല് ഹദീസ് റിവായത്ത് ചെയ്യുന്ന റാവികളുടെ കൂട്ടത്തിൽപ്പെട്ട ഏതോ ഒരു റാവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ കളവ് പറയുന്ന ആളാണ് എന്ന് തുഹമത്തുണ്ടാവുകയോ അല്ലെങ്കിൽ കളവ് പറഞ്ഞ ആളാണെന്ന് സ്ഥിരപ്പെടുകയോ ചെയ്താൽ അയാൾ വഴി റിവായത്ത് ചെയ്യുന്ന എല്ലാ ഹദീസും മൗദൂ ആണ് എന്ന് പറയും. ഈ ഹദീസ് ഇപ്പൊ കളവാണോന്നല്ല അതിന്റെ അർത്ഥം. ഹദീസ് പരമ്പര, ഉദാഹരണം ഒരു ഹദീസ് ഇപ്പൊ നബി ഇമാം തുർമുദി അല്ലെങ്കിൽ ഇമാം നസായി റിവായത്ത് ചെയ്തു വെച്ചുള്ളൊരു ഉദാഹരണം. ആ ഇമാം നസായി മുതൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബി വരെ പോകുന്ന പരമ്പര. സഹാബിനെ പരിശോധിക്കേണ്ട ആവശ്യമില്ല, സഹാബികളൊക്കെ സ്വീകാര്യര. സഹാബിന്റെ കീഴ്പ്പെട്ട് ഈ ഹദീസ് റിവായത്ത് ചെയ്ത ഇമാമ് വരെയുള്ള ഉസ്താദന്മാര്, അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഉസ്താദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കളവ് പറയുന്ന ആളാണ് എന്ന് തോന്നുകയോ
അതല്ലെങ്കിൽ അദ്ദേഹം സാധാരണഗതിയിൽ പൊള്ളു പറയുന്ന ആളാണെന്ന് സ്ഥിരപ്പെടുകയോ ചെയ്താൽ അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഹദീസുകളൊക്കെ മൗദൂഅ. അതൊരിക്കലും സ്വീകാര്യമല്ലാണ്. ഫളായിലുൽ അമാലിൽ പോലും സ്വീകരിക്കാൻ പറ്റില്ല. ലൈഫാകുക എന്ന് പറഞ്ഞാൽ പല കാരണങ്ങളും ഉണ്ട്. ഒരു ഉസ്താദിനെ വിട്ടിട്ട് അതിന്റെ അപ്പുറത്ത് പറഞ്ഞാലും ഹദീസ് ലൈഫാവും. മനസ്സിലായില്ലേ? ഒരു ഹദീസ് വിട്ടിട്ട് അതിന്റെ അപ്പുറത്തുള്ള ഒരു ശൈഖിനെ വിട്ടിട്ട്, ഇപ്പൊ ഉദാഹരണം പറയാം, ഞാൻ ഇപ്പോ ശംസുൽ ഉലമ പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ നേരിട്ട് മുത്തസില. അതേ സമയത്ത് കണ്ണിയത്ത് ഉസ്താദിനെ ഞാൻ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും മഹാനവറുകളുടെ അടുത്തുനിന്ന് ഞാൻ കിതാബ് ഓതി പഠിച്ചിട്ടില്ല. പക്ഷേ ശംസുൽ ഉലമന്റെ ഉസ്താദാണ്. ആ അടിസ്ഥാനത്തിൽ ഞാൻ പറയാണ് ഏത് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു എന്ന്. എനിക്ക് കിട്ടിയത് ശംസുൽ ഉലമയിൽ നിന്നാ. അപ്പൊ നേരെ ഉസ്താദിനെ വിട്ടിട്ട് ഉസ്താദിന്റെ ഉസ്താദിനെ ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഒരു ഹദീസ് വന്നാൽ ഒരു ഷെയ്ഖിന് അദ്ദേഹത്തിന്റെ ഗുരുനാഥനെ പറയാതെ അവരുടെ ഉസ്താദിന്റെ പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ഹദീസ് ലൈഫാണ്. മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഓർമ്മത്തെറ്റ് വന്ന് അങ്ങനത്തെ ഒരാള് പറയുന്ന ഹദീസ് ലൈഫാണ്. ഈ ഹദീസിൽ ഓർമ്മത്തെറ്റ് എന്നല്ല, ഈ മനുഷ്യൻ ഓർമ്മത്തെറ്റ് വരുന്ന ആളാണ് എന്നാ അയാൾ പറയുന്ന ഹദീസ് ലൈഫാണ്. അല്ലെങ്കിൽ സാധാരണ കിതാബ് നോക്കി മാത്രം ഹദീസ് പറയുന്ന ആളായിരുന്നു, അദ്ദേഹത്തിന് കിതാബ് നഷ്ടപ്പെട്ടു, ഇപ്പോൾ അയാൾ ഹിഫ്ളിൽ നിന്നിട്ടാണ് പറയുന്നത്, എന്നാൽ ആ ഹദീസ് ലൈഫാ. ഇങ്ങനെ ലൈഫാകാൻ പല കാരണങ്ങളും ഉണ്ട്. അതുകൊണ്ട് ആ ഹദീസ് ഒത്തിരി പറ്റൂല എന്നല്ല, പക്ഷെ സ്വീകാര്യതക്ക് ബലക്കുറവുണ്ട്. അതേ സമയത്ത് കളവുണ്ട്. തങ്ങളുടെ മേൽ അല്ലാതെ കളവ് പറഞ്ഞു എന്ന് സ്ഥിരപ്പെടുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ കളവ് പറയുന്ന ആളാണെന്ന് ഊഹിക്കപ്പെടുകയോ ചെയ്താൽ ഹദീസ് ലൈഫാവും. അല്ല, അവിടെ പിന്നെ മൗദൂആയി പോവും. അതിന് നബി തങ്ങളുടെ മേൽ പൊള്ളു അറിഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടോളന്നില്ല. മനസ്സിലാക്കണം, നബി തങ്ങളുടെ മേൽ പൊള്ളു അറിഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടോളന്നില്ല. ആള് സാധാരണഗതിയിൽ പൊള്ളു അറിയുന്ന ആളാണെന്ന് സ്ഥിരപ്പെട്ടാൽ മതി. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ കളവ് പറയുന്ന ആളാണെന്ന് ഊഹിച്ചാലും മതി. അത് ഈ കളവ് എന്ന് പറയുമ്പോഴേ നല്ലോണം മനസ്സിലാക്കണം, മനഃപൂർവ്വം കളവ് പറഞ്ഞോളന്നില്ല. ഉദാഹരണം, ഒരു ഓർമ്മത്തെറ്റുള്ള എന്നെ പോലത്തെ ഒരു സാധും ഉസ്താദാണ് നോക്കിക്കോളി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ സഹീഹായ സനദിലൂടെയുള്ള ഒരു സംഭവമുണ്ട്. ഈ സംഭവം ഈ സാധു പേച്ചുകാട് ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞു. സംഗതി നല്ല വിഷയമാണ്, ഒരു കുഴപ്പമില്ല. പറഞ്ഞത് ആര് പറഞ്ഞതാണ്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതാണ്. ആ സ്ഥാനത്ത് ഇദ്ദേഹം പേച്ച് എന്ത് പറഞ്ഞു പോയി? ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളിൽപ്പെട്ട ഒരു സഹാബി പറഞ്ഞൊരു കാര്യത്തെ പറ്റി ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ആരോപണമാ. സംഗതി വിഷയത്തിനൊരു കുഴപ്പമുണ്ടാവില്ല, നല്ല വിഷയം തന്നെ, അത് മൗദൂആന്നാ പറയാ. ചില ആളുകള് മഹാന്മാരായ ഇമാമിയങ്ങള്, സഹാബാക്കൾ എന്നായിക്കോളന്നില്ല, മഹാന്മാരായ ഇമാമിയങ്ങൾ പറഞ്ഞ സൂഫികളോ മറ്റൊക്കെ ആയ വലിയ വലിയ ഇമാം ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള ഇമാമിയങ്ങളൊക്കെ പറഞ്ഞ ചില സംഗതികൾ ഉണ്ടാവും, വളരെ പ്രധാനപ്പെട്ട വിഷയമായിരിക്കും. അതിങ്ങനെ പറഞ്ഞിട്ട് ഖാല റസൂലുള്ളാഹി എന്ന് പറയും. സംഗതി ഇമാം ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞതാണ്, അതല്ലെങ്കിൽ സഹാബാക്കളിൽപ്പെട്ട ഏതോ മഹാന്മാർ പറഞ്ഞതാണ്. അതിനെപ്പറ്റി വിഷയത്തിന്റെ ഗൗരവം കണ്ടിട്ട് ഇയാൾ എന്ത് പറഞ്ഞു? ഖാല റസൂലുള്ളാഹി എന്ന് പറയും. എന്നാൽ അത് മൗദൂആ. വിഷയം തെറ്റുണ്ടായിട്ടില്ല. സഹാബിയോ താബിയോ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം നബി തങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നത് ഈ അബദ്ധമാണ്. ഇങ്ങനെയൊക്കെ മൗദൂഅ് ഉണ്ടാകാം. എന്നാൽ ഈ മൗദൂഅ് അനുസരിച്ച് ഒരിക്കലും ഒരു അമലും ചെയ്യാൻ പാടുള്ളതല്ല. അതിന് ഹദീസിന്റെ യാതൊരു പരിഗണനയുമില്ല. ലൈഫ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എപ്പോഴെങ്കിലും ഓർമ്മത്തെറ്റ് വരികയോ, അതല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് വരികയോ, അതല്ലെങ്കിൽ ഒരു ഉസ്താദിനെ ഇടക്ക് വിട്ടുപോവുകയോ, ഇങ്ങനൊക്കെ വന്നാലും ലൈഫാവും. എന്നാൽ തന്നെ അങ്ങനെയുള്ള ലൈഫ് കുറെ കൂടുമ്പോൾ എന്താകും? ബലം കിട്ടും. അങ്ങനെയാണ് ഹസനുല്ലി വൈരിഹി എന്ന ദർജയിലേക്ക് വരിക. അപ്പൊ നമ്മൾ ഈ വിഷയത്തിൽ പെട്ടതല്ല. ആലുരാജി മൗദൂഉം ലൈഫും എന്താ വ്യത്യാസം എന്ന് ചോദിച്ചപ്പോ ഇനിയിപ്പോ ആ കീശിക്കും അങ്ങനെ സംശയം ഉണ്ടായി. അപ്പോ ഓർക്ക് തിരിയാനല്ല, ഓർക്ക് അതൊക്കെ തിരിയും. ഈ കേട്ടിരിക്കുന്ന കുട്ടികളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് തീർന്നോട്ടെ എന്നുള്ള ആൾക്ക് കീശീരിയോ അതുപോലെ തന്നെ നമ്മളെ ആലുരാജ്യമൊക്കെ ചോദിച്ചത് കൊണ്ട് രണ്ടു വാക്ക് അതിനെ പറ്റി പറഞ്ഞു. എന്നാൽ ഉസൂലുൽ ഹദീസിന്റെ വിഷയമാണ്, നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടാൽ എന്നാലും ഇവിടെ മനസ്സിലാക്കേണ്ടത് നല്ലത്. അപ്പൊ ഇമാം നബി റളിയല്ലാഹു തആല അൻഹു തങ്ങള് കീച്ചിരി വെച്ചല്ലേ, ആലുരാജ്യല്ല കീച്ചിരി വെച്ചത്. കീച്ചിരി അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലായിക്കോട്ടെ നിർത്തി ചോദിച്ചത് ഇക്കാരം. മൗദൂഅ് ആണെന്ന് പറഞ്ഞാൽ ഇമാം നബി തങ്ങൾ പരിശോധിച്ച ആ സനദ് മൗദൂഅ് ആയെന്ന് എന്നേപ്പോ അതിന് വരുള്ളൂ. എന്നപ്പോ നമ്മൾ പറഞ്ഞതിന് ചുരുക്കം എല്ലാ പരമ്പരയും എന്തല്ല? മൗദൂഅ് അല്ല, ലൈഫാണ്.
ലൈഫുകൾ പല പരമ്പരയിൽ വന്നതുകൊണ്ട് ഹസനുൽ ലിഗൈരി എന്ന ദറജയിലെത്തിയിട്ടുണ്ടെന്ന് ഞാനല്ല അറിയുന്നത്, ഇമാം ഖുർദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിവദൽക്കു അവാഇൻ, അവയവങ്ങൾ തേച്ചുരക്കലും സുന്നത്താണ്. എന്താ ഈ ദൽക്ക് ദൽക്ക് എന്ന് പറഞ്ഞാൽ വഹുവ, ഈ ദൽക്ക് തേക്കുക എന്ന് പറഞ്ഞാൽ ഇംറാറുൽ യദി അലൈഹ, അവയവങ്ങളുടെ മേൽ കൈ നടത്തലാണ്. അഖിബ മുലാഖാത്തിഹ, ആ അവയവങ്ങൾ ചേർന്നതിന് ശേഷം ഉടനെ ലിൽമായി വെള്ളം ഒഴുകിയെത്തിയ ഉടനെ അതിനെ തുടർന്നുകൊണ്ട് കൈ നടത്തുക, ഇതിനാണ് ഇപ്പൊ ദൽക്കുക. അല്ലാതെ നല്ല ചെരിച്ചോ ചവറെടുത്തിട്ട് നല്ല ഒരക്കണമെന്നോ അല്ലെങ്കിൽ പീച്ചിങ്ങക്കായന്റെ ചണ്ടി കൊണ്ട് ഒരക്കണമെന്നോ അല്ല പറഞ്ഞത്. മറിച്ച് വെള്ളം ഇങ്ങനെ ഒഴുക്കി വിടുന്നതിന് പുറമെ കൈ കൊണ്ടൊന്ന് ഒരക്കുക, കൈ കൊണ്ടൊന്ന് തേക്കുക, അതാണ്, അതും സുന്നത്താ. എന്താ ഖുറൂജൻ മിൻ ഖിലാഫി മൻ ഔജബഹു, അവിടെ ലിലിത്തിബായി എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ സഹിഹായ ഹദീസുകളിൽ കൽപ്പന വന്നതായി കണ്ടിട്ടില്ല. എന്നാലും ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈ ദൽക്കുൽ അവയവങ്ങൾ തേച്ചുരക്കൽ വുജൂബാണെന്ന് പറഞ്ഞ മഹാനാണ്. അപ്പൊ ഇമാം ഷാഫി തങ്ങളുടെ ഒക്കെ ഉസ്താദാവുന്ന വലിയ ഇമാമല്ലേ. എന്താണ് കഴുകുക എന്ന് പറയുന്ന വാക്ക് പൂർണ്ണമായി സ്വാദിഖാകണമെങ്കിൽ വെള്ളം ഒലിച്ചാ പോരാ, തേക്ക് കൂടി വേണം എന്നാണ് ഇമാം മാലിക് തങ്ങളുടെ മദ്ഹബ്. അതനുസരിച്ച് ഞാൻ അങ്ങനെ ഖിലാഫ് വേണ്ട, എന്നാ കൈകൊണ്ടൊന്നാണ്ട് വെറുതെ ആ അവയവത്തിൽ ഒന്നും ഇങ്ങനെയാണ് നടത്തിയാൽ അപ്പൊ ആ സുന്നത്ത് കിട്ടും ചെയ്ത് ഇമാം മാലിക് തങ്ങൾ വുജൂബാണെന്ന് പറഞ്ഞ് പരിഗണിച്ചെന്നും വരും. അതുകൊണ്ട് അവയവങ്ങൾ കൈകൊണ്ട് തേക്കലും സുന്നത്ത് തന്നെ. അതിന്റെ പുറമോ തഹ്രീലു ലിഹിയത്തിൻ കഫത്തിൻ, തിങ്ങിയ താടിയെ തിക്കകറ്റലും സുന്നത്താണ്. എങ്ങനെയാകാം, എങ്ങനെ തിക്കകറ്റിയാലും സുന്നത്ത് കിട്ടും. എന്നാൽ വൽ അഫ്ളലു കൗനുഹു, ഈ തിക്കകറ്റൽ ആവൽ ഏറ്റവും ഉത്തമമാണ്. ബി അസ്വാബിഇ യുംനാഹു, വലത് കൈയിന്റെ വിരലുകളെ കൊണ്ടാവലാണ് ഏറ്റവും നല്ലത്. ഒരാൾ ഇടത് കൈയിന്റെ വിരൽ കൊണ്ട് ചെയ്താലും സംഗതി ശരിയാവും, സുന്നത്ത് കിട്ടും. പക്ഷേ ഉത്തമം വലത് കൈയിന്റെ വിരൽ കൊണ്ടായിരിക്കലാണ്. അത് തന്നെ ഒമിന്നസ്വലു, താഴ്ഭാഗത്ത് നിന്നായിരിക്കണം എന്ന് പറഞ്ഞാൽ വലത്തെ കയ്യില് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിങ്ങനെ താടിന്റെ താഴെ വെച്ചിട്ട് വിരലുകൾ ഈ താടിന്റെ ഉള്ളിൽ കടത്തുക. വിരലുകൾ അല്പം വിട്ടുപിരിച്ചിട്ട് വിരല് കുറച്ചിങ്ങനെ അകറ്റിപ്പിടിച്ചിട്ട് പുതിയ വെള്ളം എടുത്തിട്ട് താടിയുടെ താഴെ വശത്ത് കൊണ്ടുവന്ന് വിരല് അതിന്റെ ഉള്ളിലേക്ക് കടത്തുക. അതുകൊണ്ട് മാത്രമല്ല മുസ്തഖില്ല, പുതിയതായ ഒരു കോരല് എന്ന് പറഞ്ഞാൽ മുഖം കഴുകിയ വെള്ളമല്ലാതെ ഈ തിക്കകറ്റാനായിട്ട് അല്പം വെള്ളം കയ്യിലെടുത്തിട്ട് അതുകൊണ്ട് തിക്കകറ്റൽ പ്രത്യേകം സുന്നത്താണ്. അപ്പൊ അത് 3 വട്ടാക്കണം എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യുക, ഒരു പ്രാവശ്യം വെള്ളം മുഖത്തൊഴിച്ച് കഴുകിക്കഴിഞ്ഞാൽ അല്പം വെള്ളം എടുത്തിട്ട് താടിന്റെ താഴ്ഭാഗത്തിലൂടെ വലത്തെ കൈയിന്റെ വിരലുകൾ ചെലുത്തിയിട്ട് കഴുകുക. രണ്ടാമത് വീണ്ടും മുഖം കഴുകിയിട്ട് വീണ്ടും അങ്ങനെ ചെയ്യുക. മൂന്നാമത് മുഖം കഴുകിയിട്ട് വീണ്ടും അങ്ങനെ ചെയ്യുക. ഇതാണ് അതിന്റെ ഏറ്റവും നല്ല രീതി. മാത്രമല്ല വയുക്രഹു തുർക്കുഹു, മുഅക്കറായ സുന്നത്താണ് തഹ്ലീല്. കാരണം അത് ഇത്തിബാഅണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പ്രത്യേകം ഒരു കോരൽ വെള്ളം എടുത്തുകൊണ്ട് ഉർഫത്തല്ല, ഉർഫ എന്ന് പറഞ്ഞാൽ നമ്മള് റൂമിനല്ലേ ആജിയാക്കാരൊക്കെ പറയാ. ഉർഫത്ത് ഇഖ്തിറാഫിന്റെ അർത്ഥത്തിലുള്ള ഉർഫത്ത്, ഫത്ത് കൊണ്ട് തന്നെ. വയുക്റഹു തർക്കുഹു, അത് ഒഴിവാക്കൽ കറാഹത്താവുമാർ മുഅക്കറായ സുന്നത്താണ്. ഇങ്ങനെ തിക്കകറ്റ്. ഇനി അപ്പൊ ഇനി ഒരാള് അത് പറയാ, ഇനി ഒരാള് ഈ മുഖം കഴുകിയ ആ വെള്ളത്തിന്റെ നനവുകൊണ്ട് തന്നെ എന്ത് ചെയ്ത് തിക്കയറ്റിയാലും സുന്നത്ത് കിട്ടും. അതുപോലെ തന്നെ കറാഹത്ത് ഒഴിവാകുകയും ചെയ്യും. അതുപോലെ തന്നെ താടിയുടെ മേലെ ഭാഗത്ത് നിന്ന് കീപ്പോട്ടാക്കിയാലും സുന്നത്ത് കിട്ടും. അതുപോലെ ഇടത്തെ കൈ കൊണ്ടാക്കിയാലും സുന്നത്ത് കിട്ടും. പിന്നെ വലത് കൈ കൊണ്ടാകുക, താടിയുടെ താഴ്ഭാഗത്ത് നിന്ന് ആകുക, പ്രത്യേകം ഒരു കോരൽ വെള്ളം എടുത്തുകൊണ്ടാകുക, അതൊക്കെ ഉത്തമമായ രീതിയാണ്. ആദ്യം മുഖം കഴുകിയ ആ നനവോട് കൂടി തന്നെ വിരല്
താടിന്റെ ഇടയിൽ ചെലുത്തിയാൽ തന്നെ അസുര സുന്നത്ത് കിട്ടും, കറാഹത്തിൽ നിന്നിട്ട് ഒഴിവാവുകയും ചെയ്യും. ഇനി തഖ്ലീലു അസാബിഇൽ യദൈനി, രണ്ട് കൈവിരലുകളെ തിക്കകറ്റലും സുന്നത്താണ്. എങ്ങനെ തിക്കകറ്റ? ബിത്തശ്ബീകി, വിരലുകൾ പരസ്പരം കോർക്കൽ കൊണ്ടിട്ട്. കോർക്കൽ എങ്ങനെയാണ് എന്ന് രണ്ട് രീതി പറഞ്ഞിട്ട് ചില ഇമാമിങ്ങൾ പറഞ്ഞ എങ്ങനെയെന്നറിയോ? വലത്തെ കൈയിനെ ഇടത്തെ കൈ കൊണ്ട് അതിന്റെ വലത്തെ കൈയിന്റെ ഉള്ളം കൈ ഇടത്തെ കൈയിന്റെ ഉള്ളം കൈ വലത്തെ കൈയിന്റെ പുറത്ത് വെച്ചിട്ട് വിരല് കൊണ്ടിട്ട് ഇടത്തെ കൈയിന്റെ വിരല് കൊണ്ട് വലത്തെ കൈയിന്റെ വിരലുകളുടെ ഉള്ളിൽ ചെലുത്തുക. എന്നിട്ട് വലത്തെ കൈയിന്റെ പള്ള ഇടത്തെ കൈയിന്റെ പുറത്ത് വെച്ചിട്ട് വലത് കൈയിന്റെ വിരലുകളെ കൊണ്ടിട്ട് ഇടത്തെ കൈയിന്റെ വിരലുകൾ തിക്കാറ്റുക. അപ്പൊ പുറത്തുനിന്നുള്ളിൽ ചെയ്യാ വേണ്ടത് എന്ന് ചിലവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തശ്ബീക്ക് എന്ന് ഇവിടെ നമ്മളെ മുസന്നിഫ് തങ്ങൾ പറഞ്ഞതനുസരിച്ച് ഉള്ളോടുള്ളു തശ്ബീക്ക് കോർത്താലും മതി. മനസ്സിലായില്ല? വരിജിലൈനി, രണ്ട് കാലിന്റെ വിരലുകളെയും തിക്കകറ്റൽ സുന്നത്താണ്. അത് എങ്ങനെ ആയിക്കോളി? അയ്യ കൈഫിയത്തിങ്കാന, കാലിന്റെ വിരലുകൾ തിക്കാറ്റുന്നത് ഏത് രൂപത്തിലും ആവാം. നേരെ അങ്ങനെ കഴുകുന്ന കൂട്ടത്തിൽ ഒന്നായിട്ട് കൈകൊണ്ട് 4 വിരലുകൊണ്ട് വിരലിന്റെ ഇട ഒന്നായിട്ട് ഇങ്ങനെ എടുക്കാറ്റിയാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും സുന്നത്ത് കിട്ടും. എന്നാൽ വല്ലഫളു, കാലിന്റെ വിരലുകൾ തിക്കകറ്റുന്നതിൽ ഏറ്റവും ഉത്തമമായ രൂപം അയ്യുഹലിലഹ, ആ കാലിന്റെ വിരലുകളെ തിക്കകറ്റലാണ്. മിൻ അസ്ഫലു, അടിഭാഗത്തുനിന്ന്. മിൻ അസ്ഫലിഹി എന്നർത്ഥം. അടിഭാഗത്തുനിന്ന് അസ്ഫലു പറഞ്ഞു. എന്തുകൊണ്ട്? ബിഖിൻസരി യദിഹിൽ യുസ്റാ, കുറച്ച് ഇടങ്ങേറ് പിടിച്ച പരിപാടിയാ. ഇടത്തെ കൈയിന്റെ ചെറുവിരൽ കൊണ്ട് എന്താക്കുക? മുബത്തദിഅൻ, തുടങ്ങുന്നവനായിട്ട്, ബിഖിൻസരിൽ റിജ്ലിൽ യുംന, വലത്തെ കാലിന്റെ ചെറുവിരൽ കൊണ്ട്. എന്നിട്ടോ മുഖ്തതിമം ബിഖിൻസരിൽ യുസ്റാ, ഇടത്തെ കാലിന്റെ ചെറുവിരൽ കൊണ്ട് അവസാനിക്കുക. അപ്പൊ അതിന് ഇച്ചിരി സമയമൊക്കെ ഒഴിവ് വേണ്ടി വരും. കാരണം ഈ കാല് കഴിയുമ്പോൾ ഇടത്തെ കൈയിന്റെ ചെറുവിരൽ മാത്രം ഉപയോഗിച്ചിട്ട് വലത്തെ കാലിന്റെ ചെറുവിരലിന്റെ ഇട താഴെ നിന്ന് മേപ്പോട്ട് ഒന്ന്, പിന്നെ അതിന്റെ ഇങ്ങേ പുറത്ത് വരണ്ട്, പിന്നെ അതിന്റെ ഇങ്ങേ പുറത്ത് വരണ്ട്, പിന്നെ അതിന്റെ ഇങ്ങേ പുറത്ത് വരണ്ട്, പിന്നെ ഇടത്തെ കാലിന്റെ പെരുവിരലിന്റെ ഇട, പിന്നെ അതിന്റെ ഇങ്ങേ പുറത്തട, അതിന്റെ ഇങ്ങേ പുറത്ത്, അവസാനം ചെറുവിരലിന്റെ ഇട വരെ. അതിന് ഇച്ചിരി സമയം ഒഴിവും കാലും ഒക്കെ വേണം. അങ്ങനെ ചെയ്യലാണ് അഫ്ളല്. ഇനി ഒന്നായിട്ട് ആ കഴുകുന്ന കൂട്ടത്തിൽ തന്നെ മേലെന്ന് കീപ്പോട്ട് 4 വിരലൂടെ ഒന്നിച്ചിങ്ങനെ ചെലുത്തിയാലും എന്ത് വരും? സുന്നത്ത് കിട്ടും. പക്ഷേ ഒഴിവുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ വിരലും ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ആക്കി കൊണ്ടുവന്നിട്ട് വലത്തെ കാലിന്റെ ചെറുവിരൽ തൊട്ട് ഇടത്തെ കാലിന്റെ ചെറുവിരൽ വരെ ഇടത് കൈയിന്റെ ചെറുവിരൽ കൊണ്ട് ചെയ്താൽ വളരെ നന്നായി. ഈ താലത്താണ്, തീരുവെന്ന സുന്നത്തില്ല. ഈ താലത്തൊക്കെ അവിടെ നിന്നോട്ടല്ലേ, ഇൻഷാ അല്ലാഹ് മതി. ഇതിപ്പോ ശരിക്കൊക്കെ ദഹിക്കുന്നുണ്ടെങ്കിലും കിതാബ് ഓതി പരിചയമില്ലാത്ത ആളുകൾക്ക് ഇയാളിതൊന്ന് മതിയാക്കി കിട്ടിയാൽ മതി, എന്നിട്ട് കണ്ടിനി നമുക്ക് എന്തെങ്കിലും ഒരു സ്കാലി വയ്ക്കാനെന്ന് എഴുതി കുത്തിരിക്കണോലും ഉണ്ടാവും. അപ്പൊ ഓനും തന്നെ പറ്റ വെറുപ്പിക്കാൻ വയ്യല്ലോ. എന്നാലും പിന്നെ നമ്മളെ കിശീലിനൊക്കെ പരിഗണിക്കാനും വയ്യ. അതുകൊണ്ട് അധികം വേണ്ട, മതിയാക്ക. ഇനി ബാക്കി ഇൻഷാ അല്ലാഹ് സംശയ നിവാരണത്തിന്റെ സമയത്ത് ആൾക്കാർക്ക് വന്ന് ചോദിക്കാം. അല്ലാഹു തആല നാം ഈ ഓതുന്നതും കേൾക്കുന്നതും അതിനുവേണ്ടി സഹകരിക്കുന്നതുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖൈറായ അമലായി കബൂലാക്കുമാറാകട്ടെ. നാഫിയായ ഇൽമു കൊണ്ട് അല്ലാഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇനി ചോദ്യകർത്താക്കൾക്ക് മൈക്കിൽ വരാവുന്നതാണ്. അസ്സലാമു അലൈക്കും.